ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ. മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു. അതേസമയം ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടുമില്ല. സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൗനമെന്നാണ് വിലയിരുത്തൽ. ആക്രമണങ്ങളും തിരിച്ചടികളും അതിനുള്ള മറുപടികളും നൽകി ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം മറ്റു തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോര് പശ്ചിമേഷ്യയെയും ലോകരാജ്യങ്ങളെയും സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ കലുഷിതമായ സാഹചര്യത്തിൽ നിന്നും അനുനയത്തിലേക്കും പ്രശ്ന പരിഹാരത്തിനുമാണ് ലോകരാജ്യങ്ങൾ ഇടപെടുന്നത്. ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ഈ സംഘർഷം എത്തിച്ചേർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ലോകരാജ്യങ്ങൾ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ കണ്ണും നട്ടിരിക്കുകയാണ്. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോകസമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇറാന്റെ ഉള്ളിൽ നിന്നു തന്നെയാണ് ഇസ്ഫഹാനിൽ ഡ്രോൺ ആക്രമണം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലാണ് ഇതിനു പുറകിലെന്ന് US കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഡ്രോണുകളുടെ ഉറവിടവും മറ്റും ശേഖരിച്ചു വരികയാണെന്നും ആക്രമണത്തിൽ ആളപായമോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായെന്നാണ് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത്. ഇസ്ഫഹാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചിട്ടുണ്ട്. മേഖലയെ ആപൽക്കരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നാണ് ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെ പ്രതികരണം. ഇസ്രായേലിനും ഇറാനും പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്തു വന്നിട്ടുണ്ട്. കോൺസുലേറ്റ് ആക്രമണത്തിന് ഇറാൻ നൽകിയ തിരിച്ചടിക്ക് പകരമായാണ് കഴിഞ്ഞ ദിവസം ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാടാണ് US സ്വീകരിച്ചത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിലെ പൗരന്മാരോട് മടങ്ങാൻ ആസ്ട്രേലിയയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.